സ്വാഗതം ചെയ്യുകയാണ്. ഒരുമിച്ച് പോരാടാം എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. നിലമ്പൂർ മുണ്ടേരി ഞങ്ങളാരും വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അറിയില്ല, നിങ്ങൾ പറഞ്ഞിട്ട് അതിന് ഞാൻ പറയുമ്പോ അതിന്റെ മാനം മാറും. വല്ല നീക്കമുണ്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ? അപ്രസക്തമായ ചോദ്യങ്ങളെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറഞ്ഞ അതിന്റെ മാനം മാറ്റാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടില്ല. അതേസമയം ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് PMA സലാമും ഫേസ്ബുക്കിൽ ഇപ്രകാരം കുറിച്ചു. ഇത് അൻവറിനെ ക്ഷണിച്ചതായിട്ട് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അത് അത്തരത്തിലുള്ള ഒരു പോസ്റ്റല്ല. ഒരുമിച്ച് നിൽക്കാം. UDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അൻവറിന് ആ നിലപാടിനൊപ്പം നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അതിനെ ലീഗിനെ സ്വാഗതം ചെയ്യൽ ആയി വ്യാഖ്യാനിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മുസ്ലിം ലീഗ് അൻവറിനെ സ്വാഗതം ചെയ്തിട്ടില്ല എന്ന് PMA സലാമും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും അൻവറിനെ ഇടതുപക്ഷം തള്ളിപ്പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതേ സമയത്ത് തന്നെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കണമെന്ന് മുസ്ലിം ലീഗ് ആവർത്തിക്കുന്നു. പക്ഷെ അൻവറിനെ പാർട്ടിയിലേക്കോ മുന്നണിയിലേക്കോ ക്ഷണിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്താണെങ്കിലും അൻവറിന്റെ ഇനിയുള്ള നിലപാട് എന്താകുമെന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം തന്റെ നിലപാടുമായി മുന്നോട്ട് പോകും, പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് അൻവർ വ്യക്തമാക്കിയതാണ്. ഇതിനി